ഇസക്കുട്ടിനെ വിളിച്ചേ വിളിച്ചേ ഇസക്കുട്ടിയെ ഇസക്കുട്ടിയേ ഞാൻ പോണ്. ഞങ്ങൾ ഇന്ന് നല്ല വെയിൽ, അപ്പോൾ ഇന്ന് പുല്ലറിയാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടപ്പോൾ ഇവള് കൂട്ടിക്കിടന്ന് ഭയങ്കര ഒച്ചെടുക്കൽ. അപ്പോൾ അവളെയും കൊണ്ട് ഞാൻ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ വിട്ടപ്പോൾ സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു. ഇതൊരു വീടിൻ്റെ തറയാണ്. ഈ തറ മൊത്തത്തിൽ പുല്ലായിരുന്നു. അപ്പോൾ അരിഞ്ഞരിഞ്ഞ് ഈ ഒരു ഭാഗം കൂടി ഉള്ളൂ. അപ്പം എൻ്റെ ലിസക്കുട്ടിനെയും കൊണ്ട് വന്നതാണ് ഗൈസ്. എന്താ പറയുക, പണ്ട് തൊഴുത്തിന് വേണ്ടിയിട്ട് മുളയും കഴിഞ്ഞൊക്കെ എടുക്കാൻ പോയപ്പോൾ 2 കുഞ്ഞു കുട്ടികളെ കണ്ടിരുന്നു അവിടെ റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ് ഇവരെ. വീണെങ്കിൽ നിൽക്കുക വാ. അപ്പോൾ ഇപ്പോൾ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഒരു ആണും പെണ്ണുമായിരുന്നു. ഒന്നിൻ്റെ എന്താ ലിസ, ഇവള് ലിസ, ആണ് ലിയോ. പക്ഷെ ആണിനൊരു അയ്യോ ഇവിടെ വന്നാ എന്താ ഈ കാട്ടിയത്? ചോര അടിച്ചില്ലപ്പോൾ? ഇല്ല, സാരമില്ല കേട്ടാ, സാരമില്ല. ആ വിട്ട സന്തോഷത്തിൽ ഓള് അയ്യോ സാരമില്ലടാ, സാരമില്ല കേട്ടാ. പുല്ല് തടഞ്ഞ് ഈ മതിൽമ അവളെ താടടിച്ച് നല്ല വേദനിച്ചു പാവത്തിന്. എന്തിനാ ഇങ്ങനെ ഓടിക്കളിക്കണത്? ഇവളങ്ങനെ വിടലൊന്നുമില്ല. രാവിലെ വിടും, അവളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ നേരെ കൂട്ടി കയറും. ഇന്നിപ്പോൾ ഞാൻ പുല്ലരിയാൻ വന്നപ്പോൾ അവളെയും കൊണ്ട് വന്നാണ്. എന്തായി, വേദനിച്ചാ? സാരമില്ല കേട്ടാ. ഇങ്ങനെ മണ്ടി കളിക്കുന്ന എന്തിനാണ്? അതുകൊണ്ടല്ല ഇപ്പോൾ ഉണ്ടായത്. സാരമില്ല, വാ സൂട്ടി, വാ സൂട്ടി, ഇങ്ങനെ വായോ. ഇവിടെ ഈ ചാട്ടം ചാടിയതാണ്, നമുക്ക് താട അതിമെച്ചാണ്ട് ഇടിച്ചു പോയി. സൂട്ടിയെ ഇങ്ങോട്ട് പോരാ. വേറെയുള്ള നായ്ക്കൾ കണ്ടാൽ ഇവളെ ഓടിക്കും. ദൂരത്തെങ്ങും പോകുന്നില്ല, അവൾക്ക് ഭയങ്കര പേടിയാണ്. ഞാനിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, തൊഴുത്തിന് വേണ്ടിയിട്ട് മുളെടുക്കാൻ പോയടുത്തുനിന്ന് 2 നായക്കുട്ടികളെ കണ്ടിരുന്നു. കുഞ്ഞ കുട്ടികളായിരുന്നു. അപ്പോൾ അന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു, അടിച്ചു ഉരുണ്ട്. അങ്ങനെ കൊണ്ടുവന്നതാണ് ലിസന് ലിയോന്. ലിയോക്ക് ഒരു അസുഖം വന്ന് ചത്തുപോയി. ഇവളാണ് പിന്നെ, ഇവൾക്കും വന്നിരുന്നു. തുടക്കത്തിൽ തന്നെ വേണ്ട ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് കാരണം രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ പൈക്കൾ 4 ആൾക്കാരുണ്ടായിരുന്നു. 2 ആളെ വിറ്റ്. ഇനി മണിക്കുട്ടിയുണ്ട്, മണിക്കുട്ടിക്ക് കൂട്ടായിട്ട് വേറൊരാളുണ്ട്. അപ്പോൾ അവർ 2 ആളെയും പറമ്പിൽ കെട്ടിയതാണ്. മഴ കാരണം അധികം പുറത്തേക്കൊന്നും കൊണ്ടുപോകാറില്ല. അപ്പോൾ നല്ല വെയിലായത് കാരണം അവർ 2 ആളെയും പറമ്പിൽ കൊണ്ട് കെട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാണ്. ലിസക്കുട്ടിക്ക് നല്ല സന്തോഷമായി. ലിസക്കുട്ടിനായിട്ട് ഇങ്ങനെയൊന്നും ഞാൻ പോരില്ല, കാരണം ഈ പറമ്പിൽ നിറയെ നായ്ക്കളാണ്. അപ്പോൾ ലിസനെ കണ്ടു കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യും. അത് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ എവിടെയും കൊണ്ടുപോകാറില്ല. ഇവിടെ കുറച്ച് നേരത്തെ മയിലുകളുണ്ടായിരുന്നാണ്. എപ്പോൾ വന്നാലും ഇവിടെ ഉണ്ടാവും. ഈ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഇപ്പോൾ. സൂട്ടിയെ കുട്ടി ഒളിച്ച് കളിക്കുക. കുട്ടി ഒളി 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 കുട്ടിയെ. കുട്ടിക്ക് നല്ല സന്തോഷമായി. കുട്ടിക്ക് നോക്കട്ടെ, എവിടെ തട്ടിയത്? ഇവിടെ തട്ടിയത്, ഇവിടെ തട്ടിയത്. സാരമില്ല കേട്ടാ, ഇനി അങ്ങനെ ഓടിക്കളിക്കണ്ട കേട്ടോ. പോയി, ഇനി വീണ് ഉരുണ്ട് ഇങ്ങോട്ട് പോരാ. ഇവിടെ നിന്നാൽ മതി സൂട്ടിയെ, ഇവിടെ നിന്നാൽ മതി കേട്ടാ. ചോളി ഒളി 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 ലിസക്കുട്ടിയെ ഒളിച്ചേ ഒളിച്ചേ. ലിസക്കുട്ടിക്ക് എനിക്ക് കളിക്കുന്നൊക്കെ നല്ല ഇഷ്ടമാണ്. കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ലിസക്കുട്ടിക്ക്. ഇതിന് അത്ര വലിയതായപ്പോൾ ഇവൾക്ക് കൂടൊന്നുമില്ല, ഒരാട്ടും കൂടെ ഒഴിഞ്ഞിടക്കുന്നുണ്ട്. അതിലാണ് ഇപ്പോൾ തൽക്കാലം അവളെ നിർത്തിയിട്ടുള്ളത്. എന്താ പറയുക, എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം. വീട്ടുകാരിങ്ങനെ പറയും, എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാളാ.
ഇത്രയും വലിയ നായനൊന്നും ഇവിടെ വളർത്താനുള്ള സൗകര്യമില്ല എന്നൊക്കെ പറയും. എൻ്റെ ഒരു വാശിക്ക് ഞാൻ അങ്ങനെ കൊണ്ടെടുക്കുകയാണ്. വാശിയല്ല, ഇഷ്ടമാണ്. ഇതിനെ കളയണ്ടെന്ന് പറഞ്ഞു ഞാൻ കൂട്ടരോട്. കാരണം എനിക്കെന്തോ ഇതിനോട് ഭയങ്കര ഒരു ഇഷ്ടം. ലിയോ ഉണ്ടായിരുന്നെന്ന് ലിയോൻ്റെ അടുത്തേക്ക് വരണമെന്നും ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ലിയോ വരുമ്പോഴേക്കും ലിയോനെ കടിച്ചു ഓടിക്കും. എന്നെ ഏറ്റവും കൂട്ടുവിട്ട് നമ്മൾ മാത്രമേ വരുള്ളൂ. അവിടെ ആരാ? സൂട്ടി അവിടെ ആരാ? നായ്ക്കൾ വരുന്ന ഏരിയയാണ്. മറ്റുള്ളവരൊക്കെ അവിടെയാണ് വരിക. അവിടെ ഒരു ഫാമുണ്ട്. ആ ഫാമിലാണ് മറ്റുള്ള നായ്ക്കൾ വരിക. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ മണം പിടിച്ച് ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു. കേടെടുത്തല്ല ഇത് കൊണ്ടാവള്ളാണ്. കിടന്ന് ഉരുണ്ട് അതൊക്കെ കൂടെ പരത്തി കളയും. സുകുട്ടിനോട് വിട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പുല്ല് കേടെടുത്തോ? ഞാനൊന്ന് വിളിച്ചോക്കട്ടെ. അവളിന്നെ കണ്ടുപിടിക്കാറില്ല. വിളിക്കാനെന്നല്ല, ഈ എവിടേക്കും പോകണ്ട, അങ്ങളെ ഞാൻ വിടുകില്ലാന്ന് പറഞ്ഞ ഒപ്പം കൂടിയിട്ടുണ്ട്. ഞാൻ പോണ് കുട്ടിയെ, ഞാൻ പോണ്. അയ്യോ, വീടിനാള് ലക്ഷക്കുട്ടിയാണ്. ലക്ഷക്കുട്ടി ഇതിനെങ്ങനെ ഒഴിവാക്കല്? അവിടെ പോയിരിക്കേ കുട്ടിയെ. ഞാൻ അത് തമർത്തല്ല, അത് മറിച്ചിട്ടല്ല. ഇങ്ങോട്ട് വാ, ഇവിടെ നിന്നാൽ മതി കേട്ടാ. വരുന്നുണ്ടാവും, നായ്ക്കൾ വരുന്നുണ്ടാവും. എൻ്റെ